നൗഷാദിന് ശംസുൽ ഉലമക്ക് പേച്ചു എന്ന് ഏത് ശൈഖാണ് പറഞ്ഞു തന്നത്? ആ ശൈഖിനോട് തന്നെ ചോദിക്കുക, എന്തിനാണ് ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ആ കള്ളനെ പെരിന്തൽമണ്ണയിൽ നിന്ന് നാം പിടികൂടിയിരിക്കുകയാണ്. AP ഉസ്താദിന് തെറ്റുപറ്റി, താജുൽ ഉലമക്ക് തെറ്റുപറ്റി, കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും ശംസുൽ ഉലമക്ക് പേച്ചു എന്ന് പറഞ്ഞുവെന്ന് നൗഷാദ് കുരുവട്ടൂരി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. കാന്തപുരം ഉസ്താദും താജുൽ ഉലമയുമാണ് സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുള്ളത്. ഇന്നുള്ള പണ്ഡിതന്മാരായ പേരോട് ഉസ്താദോ പൊന്മള ഉസ്താദോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ നൗഷാദ് വിരൽ ചൂണ്ടുന്നത് കാന്തപുരം ഉസ്താദിലേക്കും താജുൽ ഉലമയിലേക്കുമാണെന്ന് ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലാകും. എന്നാൽ പൂച്ച ചട്ടിയിൽ തലയിട്ടതുപോലെ, എന്നെ ആരും കാണുന്നില്ല എന്ന് കരുതുന്നത് പോലെ നൗഷാദ് വിരൽ ചൂണ്ടുന്നത് ആരിലേക്കാണെന്ന് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. നൗഷാദിന്റെ വിചാരം താജുൽ ഉലമയെയും AP ഉസ്താദിനെയും ചീത്ത പറഞ്ഞാൽ, കുറ്റം പറഞ്ഞാൽ മറുവിഭാഗം സമസ്തയിലുള്ള ആളുകൾ എന്നെ അംഗീകരിക്കും, അവരെന്റെ കൂടെ കൂടും, അപ്പോൾ എനിക്ക് 4 ആളെ എന്റെ ഗീർവാണം കേൾക്കാൻ എന്റെ മുന്നിൽ കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ടാണ് എല്ലാ കള്ളത്തൊരീക്കത്തുകാരെ പോലെയും കുരുവട്ടൂരികളും അങ്ങേയറ്റം വെറുക്കുന്ന ശംസുൽ ഉലമയെ പുകഴ്ത്തി പറയാനും താജുൽ ഉലമയെയും കാന്തപുരം ഉസ്താദിനെയും ഇകഴ്ത്തി കാണിക്കാനും ശ്രമം നടത്തിയത്. യഥാർത്ഥത്തിൽ ശംസുൽ ഉലമയോടുള്ള സ്നേഹമായിരുന്നില്ല. ശംസുൽ ഉലമയെ പണ്ട് ഉസ്താദുമാരുടെ അനുവാദമില്ലാതെ നൗഷാദ് കുരുവട്ടൂരി ചീത്ത പറഞ്ഞതിനുള്ള, ഇകഴ്ത്തി കാണിച്ചതിനുള്ള പാശ്ചാത്താപമായിരുന്നില്ല. ചില രാഷ്ട്രീയ കളികളായിരുന്നു നൗഷാദ് കുരുവട്ടൂരിയും കാണിച്ചിട്ടുള്ളത്. ചില രാഷ്ട്രീയക്കാര് മുസ്ലിം സമുദായത്തെ പുകഴ്ത്തി പറയാനും അവരുടെ സംരക്ഷകരാകാനും നോക്കാറുണ്ട്. അത് മുസ്ലിമീങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, മുസ്ലിമീങ്ങളുടെ സപ്പോർട്ട് ലഭിക്കാനാണ്. അത് നമുക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ബോധ്യമാവാറുണ്ട്. മുസ്ലിമീങ്ങളെ പൊക്കിപ്പറയുന്ന പാർട്ടി പരാജയപ്പെട്ടാൽ മുസ്ലിം തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്ന അതേ പാർട്ടിയുടെ നാവ് കൊണ്ട് പറയുന്നത് നമുക്ക് കേൾക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കുരുട്ടുബുദ്ധിയിലൂടെ SKSSFന്റെയും മറുവിഭാഗം സമസ്തയുടെയും തൃപ്തി കരസ്ഥമാക്കാം, അവരുടെ സഹായത്തോടെ ജീവിക്കാമെന്ന് മനസ്സിലാക്കിയ നൗഷാദിന് തെറ്റിപ്പോയി. നൗഷാദ് പണ്ട് ശംസുൽ ഉലമയെ ചീത്ത പറഞ്ഞിരുന്നു, ഇകഴ്ത്തി കാണിച്ചിരുന്നു എന്ന് നമ്മൾ ആരോപിക്കുന്നതല്ല, നൗഷാദ് തന്നെ നേരിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അതിലൊരു കളവ് കൂടി കൂട്ടിച്ചേർക്കുകയുണ്ടായി. കാന്തപുരം ഉസ്താദ് പറഞ്ഞു തന്നിട്ടാണ്, താജുൽ ഉലമ പറഞ്ഞു തന്നിട്ടാണ്, മറ്റു പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തിട്ടാണ് അവൻ ചീത്ത പറഞ്ഞതെന്ന് 2 പ്രാവശ്യം അതിന് തെളിവ് ഹാജരാക്കാൻ വേണ്ടി കാട്ടുവളപ്പിൽ നൗഷാദ് എന്ന കാട്ടുകള്ളനോട് ആവശ്യപ്പെട്ടിട്ടും തെളിവ് ഹാജരാക്കിയില്ല. ഇനി കാട്ടുവളപ്പിൽ കാട്ടുകള്ളനായ നൗഷാദ് കോമാട്ടുചാലിൽ അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം ശംസുൽ ഉലമയെ ഇകഴ്ത്തി കാണിക്കുന്നതോടുകൂടി നിങ്ങൾക്കത് ബോധ്യമാവുകയും ചെയ്യും. നമുക്കതിലോട്ട് പോകാം. അവർക്ക് മശായിഖന്മാരുടെ പൊരുത്തം കിട്ടും. കാരണം എന്താ? അവരാ കാലത്തുള്ള എല്ലാരെയും അംഗീകരിക്കും. ഇപ്പൊ EK ഉസ്താദിനെ തന്നെ നമ്മൾ എടുക്കുക. EK ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിന്റെ ശേഷം, അതിന് മുമ്പുള്ള പിന്നെ എടുത്തിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ പല ജീവിതത്തിലും ഉണ്ടാവും. ഇപ്പൊ നമ്മള് ഇബ്നു അബ്ദുസ്സലാമിനെ കുറിച്ച്, സുൽത്താനുൽ ഉലമാനെ കുറിച്ച് പറയുമ്പോൾ ആദ്യകാലത്ത് ഇബ്നു അറബി തങ്ങൾ എതിർത്ത കാലുണ്ട്. ആ കാലത്തിന് ശേഷം പിന്നെ മൂപ്പര് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ഷാദുൽ ഇമാമിന്റെ ആളായി ജീവിച്ച് മുന്നോട്ട് പോയതിന് ശേഷം എന്ന് പറഞ്ഞ പോലെ EK ഉസ്താദ് മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് ജീവിച്ചതിന്റെ ശേഷം എല്ലാ ഔലിയാക്കന്മാരെയും അംഗീകരിക്കുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. കേട്ടല്ലോ സഹോദരങ്ങളെ, നൗഷാദ് കുരുവട്ടൂരിയെ പോലെ ഞാൻ ആരോപിക്കുകയല്ല, നൗഷാദ് തന്നെയാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ശംസുൽ ഉലമ മശായിഖന്മാരുമായി ബന്ധപ്പെട്ട് നീങ്ങിയതിനു ശേഷമാണത്രേ ഔലിയാക്കളെ
നിന്ദിക്കുന്നതിൽ നിന്ന്, ഔലിയാക്കളെ കുറ്റം പറയുന്നതിൽ നിന്ന്, ഔലിയാക്കളെ തള്ളിപ്പറയുന്നതിൽ നിന്ന് ഒഴിവായി നിന്നത്, മശായിഖന്മാരുമായി ശംസുൽ ഉലമ ബന്ധപ്പെടുന്നതിന് മുമ്പ് ഔലിയാക്കളെ തള്ളിപ്പറഞ്ഞവരാണ്, ഔലിയാക്കളെ നിന്ദിച്ചവരാണ്, ഔലിയാക്കളെ ഇകഴ്ത്തിയവരാണ് ശംസുൽ ഉലമ എന്നാണ് നൗഷാദ് കുരുവട്ടൂരി പറയുന്നത്. മശായിഖന്മാരുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ശംസുൽ ഉലമ പിഴച്ചുപോയിരുന്നു എന്നാണ് കാട്ടുവളപ്പിൽ കാട്ടുകള്ളനായ നൗഷാദ് കുരുവട്ടൂരിയുടെ ആരോപണം. ഞാൻ നൗഷാദിനെ വെല്ലുവിളിക്കുകയാണ്, ഒരുപാട് വെല്ലുവിളിച്ചു, പക്ഷേ നൗഷാദിനൊന്നിനും മറുപടിയില്ല. അതുപോലെ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കില്ല. നൗഷാദ് മറുപടി പറയുന്നത് വരെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ശംസുൽ ഉലമ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വലിയനെ തള്ളിപ്പറഞ്ഞതായിട്ട് നൗഷാദിന് കാണിക്കാൻ പറ്റുമോ? ശംസുൽ ഉലമയുടെ ഒരു പ്രസംഗമെങ്കിലും കാണിക്കാൻ നൗഷാദിനെ വെല്ലുവിളിക്കുകയാണ്. താജുൽ ഉലമക്ക് പിഴച്ചു, കാന്തപുരം ഉസ്താദിന് പിഴച്ചു, ഇപ്പോൾ ശംസുൽ ഉലമക്കും പിഴച്ചിരുന്നു എന്നാണ് കാട്ടുവളപ്പിൽ കാട്ടുകള്ളനായ നൗഷാദ് പറയുന്നത്. ഏത് വിഷയത്തിലാണ് ശംസുൽ ഉലമക്ക് പിഴച്ചത്? ഏത് വിഷയത്തിലാണ് താജുൽ ഉലമക്ക് പിഴച്ചത്? ഏത് വിഷയത്തിലാണ് കാന്തപുരം ഉസ്താദിന് പിഴച്ചിട്ടുള്ളത് എന്ന് നാളത്തെ പരിപാടിയിൽ തീർച്ചയായും പറയണം. പറയാത്ത കാലത്തോളം അത് ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. കള്ളത്തൊരീക്കത്തുകാർക്കും വഹാബികൾക്കും എന്തു തോന്നിവാസവും വിളിച്ചു പറയാനുള്ളവരല്ല. ഞങ്ങളുടെ നേതാക്കന്മാരായ കാന്തപുരം ഉസ്താദ്, താജുൽ ഉലമ, ശംസുൽ ഉലമ എന്നോർക്കുന്നത് വളരെ നല്ലതാണ്. വഹാബികളിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ ഇകഴ്ത്താൻ വന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ ഞങ്ങളുണ്ടെന്ന ബോധം നൗഷാദിനുള്ളത് നല്ലതാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ശംസുൽ ഉലമക്ക് എന്തു പിഴച്ചു എന്ന് നൗഷാദ് ചോദിക്കേണ്ടത് നൗഷാദിനോടാണ്. ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ചവർ ആരാണെന്ന് നൗഷാദ് ചോദിക്കേണ്ടത് കുരുവട്ടൂരി കൂടാരത്തിൽ പോയിട്ടാണ്. കാരണം നൗഷാദ് പറയുന്നതൊക്കെ നൗഷാദിന്റെ ഷെയ്ഖിന്റെ നിർദ്ദേശപ്രകാരമാണ് പറയുന്നതെന്നാണല്ലോ. നൗഷാദിന് ശംസുൽ ഉലമക്ക് പിഴച്ചു എന്ന് ഏത് ഷെയ്ഖാണ് പറഞ്ഞു തന്നത്? ആ ഷെയ്ഖിനോട് തന്നെ ചോദിക്കുക എന്തിനാണ് ശംസുൽ ഉലമയെ തെറ്റിദ്ധരിപ്പിച്ചതെന്ന്. അല്ലാതെ താജുൽ ഉലമയോടോ കാന്തപുരം ഉസ്താദിനോടോ അവരെ അംഗീകരിക്കുന്ന അനുയായികളോടോ അല്ല ചോദിക്കേണ്ടത്. എല്ലാ കള്ളത്തൊരീക്കത്തുകാരും യഥാർത്ഥ പണ്ഡിതന്മാരെ അവഹേളിക്കും, അവരുടെ മേൽ കളവ് പറയും, അവരെ എതിർക്കുന്നവരെ ചീത്ത പറയും, അവരെ എതിർക്കുന്നവരെ നശിപ്പിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം കള്ളത്തൊരീക്കത്തുകാരുടെയും സ്വഭാവമാണ്. യഥാർത്ഥ ഷെയ്ഖിനെ പിന്തുടരുന്നവർക്ക് പണ്ഡിതന്മാർക്ക് പിഴച്ചു എന്ന് പറയാൻ കഴിയില്ല. പണ്ഡിതന്മാരുടെ പേരിൽ കളവ് ആരോപിക്കാൻ കഴിയില്ല. എതിർക്കുന്ന ആളുകളെ ചീത്ത പറയാൻ കഴിയില്ല. കുരുവട്ടൂരികൾ സർവരും ചീത്ത പറയുന്നവരാണ്, കളവ് പറയുന്നവരാണ്, പരിഹസിക്കുന്നവരാണ്. അവർ യഥാർത്ഥ വഴിയിലല്ല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.